السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകം പരിശുദ്ധമായൊരു കർമ്മത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. ആ പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വാർത്തയിലൂടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആദ്യ സംഘമെത്തി, രണ്ടാമത്തെ സംഘമെത്തി എന്നൊക്കെ അവർക്ക് വലിയ സ്വീകരണമൊക്കെ അവിടുത്തെ വിവിധ സംഘടനകൾ നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ സമയം, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ സമയം, ഹജ്ജെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇബ്രാഹിമി കുടുംബമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഹജ്ജിനെ കുറിച്ച് ധാരാളം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. ഏതൊരു മുസ്ലിമിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്, ആഗ്രഹങ്ങളിലൊന്നാണ് ഹജ്ജ് എന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഹജ്ജ് ചെയ്യണം എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിലൊരിക്കലെങ്കിലും ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരുടെ ഹജ്ജ് മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ വർഷം അവിടെ ഹജ്ജിന് വേണ്ടി എത്തപ്പെട്ട ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തിപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് അല്ലാഹു മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണെന്നും അതിൽ 5-ാമത്തേതാണ് ഹജ്ജെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ ഒരു ദിവസത്തിൽ 5 നേരം നമസ്കാരം ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് എന്നതുപോലെ സാമ്പത്തികമായ അതിൻ്റെ ജക്കാത്തിന്റെ പരിധി എത്തിയാൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നതുപോലെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്നതുപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒന്നാണ്, ശാരീരികമായ സാമ്പത്തികമായ കഴിവെത്തിയാൽ ആണിനും പെണ്ണിനും നിർബന്ധമായ ഒന്നാണ് ഹജ്ജ് നിർവഹിക്കുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്നുള്ളത്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ ഇബാദത്താണ് ഹജ്ജ് എന്നതാണ്. സമ്പത്ത് കൊണ്ടുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ്. ശരീരം കൊണ്ടുള്ള ഇബാദത്താണ് ഹജ്ജ്. നമ്മുടെ മനസ്സുകൊണ്ടുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ്. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ 3 ഒന്നിച്ചു വന്നാൽ അവൻ്റെ മേൽ ഹജ്ജ് നിർബന്ധമായി എന്നാണ് ഇസ്ലാം പറയുന്നത്.
സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് സാമ്പത്തികമായ ശാരീരികമായ കഴിവുള്ളവൻ എന്നതാണ്. മനസ്സും കൂടെ അതിനോടൊപ്പം ഉണ്ടാവണം. എത്രയോ മനുഷ്യന്മാരുണ്ട് നമുക്കിടയിലൊക്കെ, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ അതിനു വേണ്ടി മാനസികമായി ഒരുങ്ങുന്നില്ല. അതൊന്നും എനിക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെയാണ് ഒരു മനുഷ്യൻ ഇപ്പറഞ്ഞ കഴിവെത്തിയാൽ അവന്റെ മേൽ ഈ ഇബാദത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൽ പറയുന്നുണ്ട്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇപ്പറഞ്ഞ സാധ്യതകൾ ഒരു മനുഷ്യന് ചേർന്ന് വന്നാൽ ആ പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ പോയി ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്, നിർബന്ധമായ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമസ്കാരം നിർബന്ധമാണ് എന്ന വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസമില്ല. നോമ്പ് നിർബന്ധമാണെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഹജ്ജിനെ കുറിച്ച് പല ആളുകൾക്കും അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള രൂപത്തിൽ പോകുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകളും. ശരിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ അതിന് സാമ്പത്തികമായ വലിയ ചെലവുണ്ട്. പ്രത്യേകിച്ച് ഓരോ വർഷം കഴിയും തോറും ലക്ഷങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിചാരിച്ചാൽ അടുത്ത വർഷം ഹജ്ജിന് പോകണം എനിക്ക് എന്ന് വിചാരിച്ചാൽ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങനെ സാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ സാധിക്കുന്ന ആളുകളും അതിന് കഴിയുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ആമുഖമായി സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്, നമ്മൾ ഒരുങ്ങണം, മാനസികമായി അതിന് തയ്യാറാവണം. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് സമ്പത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ടെങ്കിലും റെഡിയാക്കിക്കൊണ്ടേയിരിക്കണം. റെഡിയാക്കി വെക്കണം എന്നല്ല, റെഡിയാക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു 18 വയസ്സ് 19 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിൽ പിന്നെ ഒരു 21-22 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള രൂപത്തിലുള്ള ചിന്ത, അവളെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, നേരത്തെ ഒരുക്കങ്ങൾ ഉണ്ടാകും. നമുക്കൊരു വീട് വെക്കണം, പെട്ടെന്ന് വിചാരിച്ചാൽ നമുക്കൊരു വീട് വെക്കാൻ കഴിഞ്ഞു വളർന്നില്ല. നേരത്തെ നമ്മൾ അതിനു വേണ്ടി റെഡിയാവും, വർഷങ്ങളെടുക്കും. ഇതേപോലെ എനിക്ക് എപ്പോഴാണോ ഹജ്ജ് ചെയ്യാൻ പറ്റുക, അടുത്ത വർഷം ഒരു പക്ഷേ എനിക്ക് എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അടുത്ത വർഷം എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു പക്ഷേ അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം എപ്പോഴാണോ എനിക്ക് മറ്റു ചെലവ് നിർബന്ധമായ കാര്യങ്ങൾ നോക്കണമല്ലോ, അപ്പൊ അത് മാറ്റിവെച്ച് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എനിക്ക് എത്ര മാറ്റിവെക്കാൻ കഴിയും, അങ്ങനെ നേരത്തെ തീരുമാനിക്കണം. ഇതെല്ലാവരുടെയും ബാധ്യതയാണ്. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, പിന്നെ എനിക്ക് വേണമെങ്കിൽ, ഇപ്പൊ ആണുങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ പോകാനുള്ള ഇത് ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഞാൻ മാത്രം പോയാൽ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് പോകാൻ കഴിയൂലല്ലോ, അവൾക്കൊരു മഹറം വേണ്ടേ, ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പോകാനുള്ള ഒരു പൈസ സാമ്പത്തികം ഇപ്പൊ എൻ്റെ ഞങ്ങളെടുത്തില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിനുവേണ്ടി തയ്യാറായാൽ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതൊരു വലിയ ഫത്വയായിട്ട് ഞാൻ പറയല്ല, പക്ഷേ തയ്യാറാവണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ഈ ഒരു വിഷയം അങ്ങനെ മാറ്റിവെക്കുകയും ചെയ്യേണ്ടവരല്ല മുസ്ലിമീങ്ങൾ എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, മുൻഗാമികളായ സ്വഹാബികളുടെയും അവരുടെ വാചകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ കേട്ടാൽ ഇത് അത്തരം ഒരു സാധാരണ വിഷയമായി കാണേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഹജ്ജിനെ കുറിച്ച്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. ഇപ്പറഞ്ഞ സാമ്പത്തികമായ സ്ഥിതി ഉണ്ടായിട്ടും ഹജ്ജ് നീട്ടിവെക്കുന്നവൻ, ഹജ്ജിന് പോകാത്തവൻ, അവനെ കുറിച്ച് പറഞ്ഞ വാചകം മാഹും ബിമുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരല്ല എന്നാണ്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയൻ. ഇപ്പറഞ്ഞ സാധ്യതകളൊക്കെയുണ്ട്. ഹജ്ജിന് പോകാനുള്ള സമ്പത്തുണ്ട്, അതിനുള്ള ശാരീരികമായ അവസ്ഥയുണ്ട്, അതിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി. പക്ഷെ എന്നിട്ടും അവന്റെ മനസ്സിലേക്ക് ഹജ്ജ് വരുന്നില്ല. ഹജ്ജ് എനിക്കൊന്നുള്ളതല്ല, അത് വേറെ ആർക്കോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയൻ, അവന്റെ മരണം ഒന്നുകിൽ യഹൂദികളെ പോലെ അല്ലെങ്കിൽ നസ്രാനികളെ പോലെയായിരിക്കും എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഹജ്ജിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഹദീസുകളുണ്ട്.
ആളുകൾക്ക് കഴിവുണ്ടായിട്ടും ഹജ്ജ് മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ അറിയുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഹജ്ജുൽ ബൈത്ത് ഹത്താ ലാ യുഹജ്ജൽ ബൈത്ത്. ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല ആളുകൾ ഹജ്ജ് ചെയ്യാത്ത ഒരു കാലഘട്ടം വന്നിട്ടല്ലാതെ. അപ്പോ ആളുകൾ മനഃപൂർവ്വം ഹജ്ജ് നീട്ടിവെക്കുകയും ഹജ്ജിനെ കുറിച്ച് അശ്രദ്ധരാവുകയും അങ്ങനെ ഹജ്ജ് പതിയെ പതിയെ ഇല്ലാതെയാവുകയും ചെയ്താൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജിഹാദ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ള വിഷയം ഏതെന്ന് ചോദിച്ചാൽ അത് ഹജ്ജാണ്. ജിഹാദ് എന്ന് പറഞ്ഞറിയാലോ, ശത്രുക്കളുമായി യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടുക ഇസ്ലാമിന് വേണ്ടി, അതിനാണ് ജിഹാദ് എന്ന് പറയുക. അതിന് വലിയ പ്രതിഫലമാണ്. അവർ നേർക്കുനേരെ സ്വർഗത്തിലേക്കാണ്. അവർക്ക് വേണ്ടി അല്ലാഹു പ്രത്യേകമായ സ്വർഗത്തിൽ പ്രത്യേകമായ പദവികൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും ചെറിയ മരണവേദന ജിഹാദിലൂടെ മരണപ്പെടുന്നവർക്കാണ്. ശത്രുക്കളുടെ വെട്ടേറ്റ് ഷഹീദാവുന്നവരുടെ മരണവേദനയാണ് ഏറ്റവും ചെറിയ വേദന. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെട്ടേറ്റ് ഭയങ്കര വേദനയല്ലോ നമ്മൾ വിചാരിക്കുമല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരണവേദനയെ കുറിച്ച് പറയുന്നുണ്ട്, ഏറ്റവും ചെറിയ മരണവേദന ഷഹീദായവരുടെ, ശത്രുവിന്റെ വെട്ടേറ്റ് മരിക്കുന്നവർക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത്രയേറെ ആദരവും ബഹുമാനവും നൽകുന്ന ഒരു വിഷയമാണ് ജിഹാദ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ള വിഷയമായി പറയുന്നു ഹജ്ജും മബ്റൂർ. ആ ഹജ്ജ് നിർവഹിക്കുക, സ്വീകരിക്കപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഹജ്ജ് നിർവഹിക്കുക എന്നതാണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളും കൂടി വരട്ടെ, അലനഖ്റുജ ഫനുജാഹിക മഅക. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ കൂടി വരട്ടെ ജിഹാദിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പൊ ഞങ്ങളും കൂടി വരട്ടെ എന്ന് ചോദിക്കാണ്. കാരണം എന്താണെന്നറിയോ? ഫഇന്നീ ലാ അറാ അമലൻ ഫിൽ ഖുർആൻ അഫ്ളല മിനൽ ജിഹാദ്. ഞങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ആ ഖുർആൻ വായിച്ച ഞങ്ങൾക്ക് മനസ്സിലായത് ജിഹാദ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലം അത് ജിഹാദിനാണ്. ജിഹാദിനോളം വലിയ ഒരു പുണ്യമില്ല, കർമ്മമില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വരട്ടെ താങ്കളോടൊപ്പം ജിഹാദിന് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, നിങ്ങൾ പോരണ്ട, നിങ്ങൾ ജിഹാദിന് പോരണ്ട. വലകുന്ന അഹ്സനുൽ ജിഹാദി വഅജ്മലുഹു ഹജ്ജുൽ ബൈത്തി ഹജ്ജുൻ മബ്റൂർ. നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ ജിഹാദ് അത് ഹജ്ജ് ചെയ്യലാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജാണ്. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുകയും ഹജ്ജിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് ആണുങ്ങളുടെ മാത്രമല്ല, പെണ്ണുങ്ങളുടെയും ബാധ്യതയാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ വാചകം കേട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ വാചകം കേട്ട ശേഷം പിന്നെ ഒരിക്കലും ആയിഷ ബീവി ജീവിതത്തിൽ ഹജ്ജ് ഒഴിവാക്കിയിട്ടില്ല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം മാത്രമാണ്, അല്ലേ? എന്നാൽ ഒരു മുസ്ലിമിന് ഒരു പ്രാവശ്യമാണ് നിർബന്ധം. പക്ഷെ ഇതിന്റെ പ്രാധാന്യവും പ്രതിഫലവും ഒക്കെ കേട്ട ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ പിന്നെ ഹജ്ജ് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ഹദീസിലും ചരിത്രത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഫലമാണ് ഹജ്ജിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതിന് സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമൊന്നുമില്ല. അത് സ്വർഗമാണ്. ആരാണോ ഹജ്ജ് നിർവഹിക്കുന്നത് അവന് വേണ്ടി അല്ലാഹു സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ആ ഹജ്ജിന് വേണ്ടി തയ്യാറായി അവൻ ഹജ്ജിന് പുറപ്പെട്ടു, എന്നിട്ട് ഹജ്ജ് നിർവഹിച്ചു. ആ ഹജ്ജിൽ വേറെ പ്രശ്നങ്ങളോ പിന്നെ തോന്നിയാസങ്ങളോ ഒന്നും അവൻ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുമ്പോഴാവട്ടെ അതിനുശേഷമാവട്ടെ അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അനാവശ്യ കാര്യങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഹജ്ജ് നിർവഹിച്ചു വന്നാൽ ഇന്ന് പ്രസവിക്കപ്പെട്ടൊരു കുട്ടി, ആ കുട്ടിയുടെ മനസ്സെന്തായിരിക്കും? അതുപോലെയായിരിക്കും ആ പരിശുദ്ധമായ കഅബാലയത്തിങ്കൽ നിന്ന് ദുൽഹിജ്ജ 13 പരിശുദ്ധമായ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുന്നവന്റെ മനസ്സ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്രയേറെ നിഷ്കളങ്കമായിരിക്കും, അത്രയേറെ പരിശുദ്ധമായിരിക്കും, എല്ലാ തിന്മകളും പൊറുക്കും,
എല്ലാ പാപങ്ങളും പൊറുക്കും. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ പാപങ്ങളും ആ പരിശുദ്ധമായ ദുൽഹിജ്ജ 9 അറഫയിൽ ഒന്ന് ചെന്ന് നിന്നാ മതി, ഒന്ന് കയറിയാ മതി. ആ അറഫ ബൗണ്ടറി അകത്തേക്ക് ദുൽഹിജ്ജ 9 ഒന്ന് കയറിയാ മതി. എല്ലാ പാപങ്ങളും പൊറുക്കും, എല്ലാ തിന്മകളും പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള, പ്രത്യേകതയുള്ള, പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. ആ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കുക, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ കഴിയുന്നത്ര വേഗം നിർവഹിക്കണം. നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ കഴിയുന്നത്ര ആരോഗ്യമുള്ള സമയത്ത്, ഇപ്പൊ ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് അറിയാലോ, സാധാരണ ചെറിയൊരു സമയം മാത്രമേ ഉംറക്ക് നിർവഹിക്കാനുള്ളൂ. പക്ഷേ ആ ഉംറയുടെ സമയത്ത് പോലും നമുക്കറിയാം, ആരോഗ്യമില്ലാത്ത, ശാരീരികമായി പ്രയാസമുള്ള ആളുകൾ തവാഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സഅയ് ചെയ്യാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങൾക്കൊക്കെ പ്രയാസപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് പോരാ, നടക്കണം, കിലോമീറ്ററുകളോളം നടക്കണം, അല്ലേ? മിനയിലേക്ക് നടക്കണം, മിനയിൽ നിന്ന് അറഫയിലേക്ക് നടക്കണം, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടക്കണം, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വീണ്ടും വരണം, അവിടെ നിന്ന് ജംറയിലേക്ക് പോകണം. ദുൽഹിജ്ജ 10-നും 11-നും 12-നും 13-നും ഒക്കെയായി പോയി വരണം. അവിടെ നിന്ന് വീണ്ടും മക്കയിലേക്ക് വരണം, അവിടെ തവാഫ് ചെയ്യണം, അവിടെ സഅയ് ചെയ്യണം, വീണ്ടും മിനയിലേക്ക് കടന്നു വരണം. കുറെ നടക്കാനുണ്ട്, കുറച്ച് ഓടാനുണ്ട്, അല്ലേ? കുറെ ശാരീരികമായ, അതുകൊണ്ടാണ് പറഞ്ഞത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ഹജ്ജ്. അത് നിർവഹിക്കേണ്ടത് എപ്പോഴാ? കുറെ കഴിഞ്ഞിട്ടൊന്നുമല്ല. അതുകൊണ്ട് കഴിയുന്നത്ര ഹജ്ജു ഖബ്ല അല്ലാ തഹജ്ജു, നിങ്ങൾ ഹജ്ജ് വേഗം നിർവഹിക്ക്. നിങ്ങളൊരു പക്ഷെ ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന സമയത്ത് ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നേക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുങ്ങൾ, ഹജ്ജിന് വേണ്ടി പല ട്രാവൽസുകളും അതുപോലെ ട്രാവൽ ഏജൻസികളൊക്കെ പറയുന്നത് പിന്നെ അവർക്കൊക്കെ സംശയത്തിലാണെന്നാണ്. പോകാൻ കഴിയോ ഇല്ലേ, ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ എന്തായിരിക്കും, വലിയ പ്രശ്നത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു എല്ലാം എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ പോലും ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥകൾ വന്നേക്കാം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വരുന്നതിനേക്കാൾ നമ്മൾ നേരത്തെ തയ്യാറാവണം. അതിനാദ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ഒരു തീരുമാനമാണ്. ഹൃദയം കൊണ്ട് തീരുമാനിക്കണം, എനിക്ക് ഹജ്ജ് ചെയ്യണം. എന്നിട്ട് 5 നേരം അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമുക്കതിന് സാഹചര്യം എപ്പോഴാണോ പടച്ചറബ് എത്തിച്ചേരും, നിയ്യത്ത് വെക്ക മനസ്സിൽ, പടച്ചറബ്ബേ എനിക്കതിനുള്ള സാഹചര്യം നീ ഉണ്ടാക്കി തരണേ. നിയ്യത്ത് വെച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹ് നമ്മുടെ മുന്നിലേക്ക് ഏത് സമയത്താണോ, ഞാൻ വീണ്ടും പറയാണ്, ഈ വർഷമോ അടുത്ത വർഷമോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 5 വർഷത്തിനോട് അതൊന്നും ഒരു പക്ഷെ ആയിക്കൊള്ളണമെന്നില്ല. എപ്പോഴാണോ പടച്ചറബ്ബ് തീരുമാനിച്ചിട്ടുള്ള സമയം, ആ സമയം അള്ളാഹു നമുക്ക് എളുപ്പാക്കി തരും. പക്ഷേ നിയ്യത്തുണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം, 5 നേരവും പ്രാർത്ഥിക്കണം, മനസ്സുകൊണ്ട് തയ്യാറാവണം എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ചെയ്യേണ്ട ഒന്നല്ല. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നോക്കൂ, നിങ്ങൾ ദുൽഹിജ്ജ 8-നാണല്ലോ ഹജ്ജ് തുടങ്ങുന്നത്. ദുൽഹിജ്ജ 8 മിനയിലേക്ക് പോയാൽ അവിടെ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? അവിടെ നിസ്കരിക്കേണ്ടത് ഖസ്റാക്കിയിട്ടാണ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അസർ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ഇശാ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അവിടെ ജമ്മില്ല, ഖസ്ർ മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ആ പരിശുദ്ധമായ സ്ഥലത്ത് 4 വേണ്ട, അവിടെ 2 മതി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പിറ്റേ ദിവസം അറഫയിലേക്ക് പോയാൽ അവിടെ ചെന്നാൽ ളുഹറും അസറും ജമ്മും ഖസ്റുമാണ്. ആകാശത്തിന് താഴെ ഏറ്റവും പരിശുദ്ധമായ ഭൂമി, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഭൂമി, അത് ദുൽഹിജ്ജ 9 അറഫ മൈതാനിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടെ 4 വേണ്ട, അവിടെ 2+2 മതി. അവിടെ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ മഗ്രിബ് നിസ്കരിക്കാൻ പാടില്ല. ബാങ്ക് കൊടുത്താൽ ആ സമയത്ത് നിർവഹിക്കരുത് എന്ന് പറഞ്ഞ ഏക സ്ഥലം അത് ദുൽഹിജ്ജ 9 അന്ന് അറഫ മൈതാനിയിൽ മഗ്രിബ് നിസ്കാരമാണ്. ബാങ്ക് കൊടുക്കുമ്പോ അവിടുന്ന് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം. അവിടെ പോയി മഗ്രിബും ഇശാവും ജമ്മും ഖസ്റുമായി നിസ്കരിക്കണം.
അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനോ പ്രാർത്ഥനകളൊന്നുമില്ല. പ്രാർത്ഥിക്കണം, പക്ഷെ പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നുമില്ല. അവിടെ കിടന്ന് ഉറങ്ങണം. അവിടുന്ന് രാവിലെ എഴുന്നേൽക്കണം, സുബഹിസ്കരിച്ച് മിനയിലേക്ക് പോകണം, ജംറയിലേക്ക് പോകണം, കല്ലെറിയണം, ഒരു ജംറയിൽ തിരിച്ചു വരണം, മുടിയെടുക്കണം, അറവ് നടത്തണം, അതിനിടയിൽ പറ്റുമെങ്കിൽ പിന്നെ തവാഫും സഅയും നടത്തി തിരിച്ചു വരണം. 3 ദിവസം വീണ്ടും അവിടെ കഴിയണം, അവിടുന്ന് തിരിച്ചു വരണം. ഇത് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ശരീരം കൊണ്ട് വലിയ അധ്വാനമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ ഓരോ കർമ്മവും നമ്മെ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നോക്കൂ നിങ്ങൾ, അതിന്റെ ഏറ്റവും ആദ്യമാണല്ലോ നമ്മൾ ഇന്ന് വിഷയത്തിൽ കണ്ടതുപോലെ, ഒന്നാമതായി ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. ഇഹ്റാം കഴിഞ്ഞാൽ പിന്നെന്താണ്? തൽബിയത്താണ്. ആദ്യമായി ഇഹ്റാമിലേക്കാണ് നമ്മൾ ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ നമ്മൾ തയ്യാറാകുന്നത്. ആദ്യം നമ്മുടെ നഖവും അതേപോലെ തന്നെ മുടിയൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കും. അതേപോലെ തന്നെ ശരീരം ശുദ്ധിയാക്കും. എന്തിനാണ് ശരീരം ശുദ്ധിയാക്കുന്നത്? പോകുന്നത് മനസ്സ് ശുദ്ധിയാക്കാനാണ്, അകം ശുദ്ധിയാക്കാനാണ് കഅബാലയത്തിങ്കലേക്ക് ഉംറക്കാവട്ടെ ഹജ്ജിനാവട്ടെ പോകുന്നത്. അതിനു മുമ്പേ ശരീരം വൃത്തിയാക്കുകയാണ്, പുറംഭാഗം വൃത്തിയാക്കുകയാണ്. അങ്ങനെ പടച്ച റബ്ബിങ്കലേക്ക് ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ, അവനോട് ഏറ്റുപറയാൻ, എല്ലാ പാപങ്ങളും പടച്ച റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശുദ്ധമായ രൂപത്തിൽ, ശരീരം കൊണ്ട് ശുദ്ധമായ രൂപത്തിൽ അവൻ പോവുകയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഹാജി അവന് 2 വസ്ത്രം മാത്രം. ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഒന്നുടുക്കുവാൻ, ഒന്ന് പുതക്കുവാൻ. മറ്റൊരു വസ്ത്രം പുരുഷന് പാടില്ല, അടിവസ്ത്രം പോലും പുരുഷന് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒന്നുടുക്കുവാൻ, ഒന്ന് പുതക്കുവാൻ മാത്രം, മറ്റൊരു വസ്ത്രം പാടില്ല. എന്തിനാ അങ്ങനെ? ലളിതമായ വസ്ത്രം, ഏറ്റവും ലളിതമായ ഒരു വസ്ത്രമാണ് ഹാജി അവന്റെ ഹജ്ജ് തുടങ്ങുമ്പോ, ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ അവൻ ധരിക്കേണ്ടത്. എല്ലാവർക്കും അങ്ങനെയാണ്. സമ്പന്നനാവട്ടെ, ദരിദ്രനാവട്ടെ, മുതലാളിയാവട്ടെ, തൊഴിലാളിയാവട്ടെ, രാജ്യം ഭരിക്കുന്ന രാജാവാകട്ടെ, ആരുമാകട്ടെ, അവർക്കൊക്കെയും 2 വസ്ത്രം, ഒന്നുടുക്കുവാൻ, ഒന്ന് പുതക്കുവാൻ. എന്തിനാണത്? എനിക്കൊരുപാട് വസ്ത്രങ്ങളുണ്ട്. ഓരോ പ്രോഗ്രാമിന് പ്രത്യേകമായി ധരിക്കാനുള്ള വേറെ വസ്ത്രങ്ങളുണ്ട്. നല്ല കോട്ടുണ്ട്, നല്ല ഷൂ ഉണ്ട്. ഇല്ല, അതൊന്നും പറ്റൂല. നല്ല വില കൂടിയ ഡ്രസ് ഉണ്ട്, അതൊന്നും പറ്റൂല. ഹാജി ധരിക്കേണ്ടത് ഉടുക്കുവാനൊന്ന്, പുതക്കുവാനൊന്നു മാത്രം, ലളിതമായ വസ്ത്രം. പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 വികാരങ്ങളാണ്, 2 കാര്യങ്ങളാണ് ആ വസ്ത്രം ഹാജിയെ ഓർമ്മിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കേണ്ടതും. ഒന്ന് സുഹുദാണ്, മറ്റൊന്ന് യഖീനാണ്. എന്താണ് സുഹുദ് എന്ന് പറഞ്ഞാൽ? ഭൗതികമായ വിരക്തിയാണ്. ഞാനൊന്നുമല്ല എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന യഖീനുമാണ്. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് എത്ര ഡ്രസ് ഉണ്ട്, എനിക്ക് എത്ര വസ്ത്രമുണ്ട്, പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. അല്ലാഹുവേ നീ എന്തു പറഞ്ഞാലും അതൊക്കെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന അതിശക്തമായ യഖീനും, അതോടൊപ്പം ഞാനിതാ റബ്ബേ നീ പറഞ്ഞാൽ എങ്ങനെ താഴ്ന്നു ജീവിക്കുവാനും ഞാൻ തയ്യാറാണ്. അതാണ് സുഹൃദ്, അതാണ് ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇഹ്റാമിന്റെ വസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ദേഷ്യം പിടിക്കാൻ പാടില്ല. മറ്റുള്ള സമയങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് ദേഷ്യം പിടിച്ചേക്കാം, അല്ലേ? പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയേക്കാം. അത് വീട്ടിലൊക്കെ നമുക്ക് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാം, ഭർത്താവ് ഭാര്യയോട് പറയും, മക്കൾ പരസ്പരം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ, അതൊക്കെ ഉണ്ടായേക്കാം. ജോലിക്കാർക്കിടയിൽ അവരോടൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ചൊരു മനുഷ്യൻ പിന്നെ തഹല്ലുലാകുന്നത് വരെ ദേഷ്യം പിടിക്കാൻ പാടില്ല. എന്തുണ്ടായാലും, എന്ത് പ്രശ്നം ഉണ്ടായാലും, പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾക്ക് അറിയാലോ, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. ക്ഷമയെ പടച്ച റബ്ബ് പരീക്ഷിക്കും ക്ഷമ ഉണ്ടോന്ന്. എന്തിനാണെന്നറിയോ? ഇവനെ കൊണ്ടുപോണത് വെറുതല്ല, സ്വർഗം തരാനാ. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗം തരാൻ വേണ്ടി കൊണ്ടുപോവാ. അപ്പൊ അല്ലാഹു പരീക്ഷിക്കും. അതിന് വേണ്ടത് ക്ഷമയാണ്. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ക്ഷമിക്കുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ അല്ലാഹുവിന്റെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പഠിപ്പിക്കുകയാണ് അല്ലാഹു, ക്ഷമ ശീലിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ് അല്ലാഹു. ക്ഷമയിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലാഹു. ക്ഷമയിലൂടെ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാക്കി മാറ്റുകയാണ് അല്ലാഹു ഒരു ഹാജിയെ. അവനോടൊപ്പം
അവന്റെ പ്രിയപ്പെട്ടവളോ പ്രിയപ്പെട്ടവനോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ച് തഹല്ലുലാകുന്നതുവരെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അനുവദിച്ചിട്ടുള്ള അത്തരം പ്രേമസല്ലാപങ്ങളോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല, ഒന്നും പാടില്ല. എന്തേ? അനുവദിക്കപ്പെട്ടതാണെങ്കിൽ പോലും ഈ സമയത്ത് അല്ലാഹ് പറഞ്ഞു ഞാൻ മാറ്റിവെക്കുന്നുവെങ്കിൽ അനുവദിക്കപ്പെട്ടവരോട് പോലും പാടില്ലെന്ന് പറഞ്ഞപ്പോ, ചില സമയങ്ങളിൽ പാടില്ലെന്ന് പറഞ്ഞപ്പോ മാറ്റിവെക്കാൻ കഴിയുന്നവരെ, അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ പരിശുദ്ധി പാലിക്കാൻ, സൂക്ഷ്മത പാലിക്കാൻ സാധിക്കണമെന്നതാണ്. അഥവാ അല്ലാഹ് പറഞ്ഞതേ ആസ്വദിക്കാവൂ, അല്ലാഹ് പറഞ്ഞതേ അനുഭവിക്കാവൂ, അല്ലാഹ് പറഞ്ഞതേ ധരിക്കാവൂ എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹാജിയെ അല്ലാഹു തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നത്, ഇഹ്റാമിന്റെ വസ്ത്രത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഖ്യാപിക്കാം തൽബിയത്താണ്. പിന്നെ തൽബിയത്താണ്. എന്താണ് തൽബിയത്ത്? എല്ലാവരും പറഞ്ഞു നോക്കിയേ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എന്താണ് ലബ്ബൈക് എന്ന് പറഞ്ഞാൽ? ലബ്ബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിനാണ്. പേരൊക്കെ കേട്ടില്ല ലബ്ബാന്ന്? നമുക്കൊരു ലബ്ബ ദാരിമി എന്ന് പറഞ്ഞ പണ്ഡിതനൊക്കെ ഉണ്ട്. ലബ്ബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിനാണ്. ലബ്ബൈക് അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രഖ്യാപിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ വിളിച്ചിട്ട് ഞാനിതാ വന്നിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പണി ഉയർത്താൻ. ആ പണി പൂർത്തിയാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ലോകത്തെ ഒന്നാമത്തെ ഭവനം അതാദ്യമേ ഉണ്ട് എന്ന് നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മലക്കുകളാണ് നിർമ്മിച്ചത് എന്നും ആദം നബിയിലൂടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലൂടെ കടന്നു വന്നിട്ടുണ്ടെന്നും പിന്നീട് അതിന്റെ ഭാഗം അവിടെയുണ്ടായി, അതിന്റെ ആ സ്ഥലം അവിടെയുണ്ടായി. അത് പണിതുയർത്തുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുവന്നാക്കിയ സമയത്ത് പറയുന്ന പ്രാർത്ഥനയിൽ ഒരു വാചകമുണ്ട്, ഇൻദ ബൈത്തിക്കൽ ഹറാം, ഇൻദ ബൈത്തിക്കൽ മുഹറം. അല്ലാഹുവേ നിന്റെ ഭവനത്തിന്റെ അടുക്കലാണ് ഞാനിതാ ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ ഉണ്ട് അതിന്റെ ആ പണി പൂർത്തിയാക്കാൻ, അതൊന്ന് ഉയർത്തിക്കെട്ടാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെട്ടു. ശരി, ആ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതാണ്. രണ്ടുപേരും കൂടി ആ പരിശുദ്ധമായ കഅബാലയം കഅബാലയം ഉയർത്തി. ഇസ്മായിൽ നബിയും അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്താണ് അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വരുന്നത്, വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കണം. ഇബ്രാഹിം നബിയോട് പറയാണ് ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കണം. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്. ആളുകൾ വരും, നടന്നു വരും, മലമ്പാതകളിലൂടെ വരും. നോക്കൂ നിങ്ങൾ, ചുളിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരെ മലയിടുക്കുകളിലൂടെ ആളുകൾ ഈ ഹജ്ജിന് വന്നേക്കാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ലോകത്തിന്റെ ഏത് ഗ്രാമത്തിൽ താമസിക്കുന്നവരാവട്ടെ, അവരുടെ മനസ്സിലേക്ക് ഈ സമയം പരിശുദ്ധമായ മക്ക കടന്നു വരും, പരിശുദ്ധമായ കഅബാലയം കടന്നു വരും. അതാണ് അല്ലാഹുവിന്റെ വാചകം, യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്. ആളുകൾ വരും ഇബ്രാഹിം, നീ വിളിച്ചാൽ മതി, ഹജ്ജിന് വേണ്ടി വിളിക്കുക. വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, വിളിച്ചോ ആളുകൾ വരും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമയത്ത് അവിടെ ഇസ്മായിൽ നബിയും ഹാജറ ബീവിയും കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. നമ്മൾ ആ ചരിത്രം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ ജുർഹും ഗോത്രക്കാര് അവിടേക്ക് കടന്നു വരികയും അവരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ. പക്ഷേ വിളിക്കാൻ പറഞ്ഞ അവരെ വിളിക്കാനല്ല ഇബ്രാഹിം നബിയോട് പറഞ്ഞത്, അവരെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളും വിളിക്കാനാണ്. അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹുവോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അള്ളാഹുവേ യാ റബ്ബി വകൈഫ ഉബല്ലിഗു الناس വസൗതി ലാ യൻഫുദുഹും. അള്ളാഹുവേ ഞാൻ വിളിച്ചാൽ എന്റെ ശബ്ദം എല്ലായിടത്തും കേൾക്കോ? ഇവിടെ ആകെ കുറച്ചു പേരല്ലേ കേൾക്കാനുള്ളൂ, ലോകത്തെല്ലാവരെയും വിളിക്കാനല്ലേ പറഞ്ഞത്. ഇപ്പൊ നോക്കുങ്ങള്, എന്റെ ഈ സംസാരം എല്ലാവർക്കും കേൾക്കാനുള്ള സൗകര്യത്തിൽ എത്ര സ്പീക്കർ അവിടെ ഉള്ളത് അല്ലേ? ഈ ഒരു സൗണ്ട് സിസ്റ്റം എന്താ ഉള്ളത്? ഒന്നുമില്ല, ഒരു സംവിധാനം ഇല്ലാത്ത ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് വിളിക്കാൻ പറഞ്ഞു.
അപ്പൊ അല്ലാഹ് പറഞ്ഞൊരു വാചകണ്ട്, നാജിം അലൈനൽ ബലാ, ഇബ്രാഹിം നീ വിളിച്ചോ, ഞാൻ എത്തിച്ചോളാം. ആ സമയത്ത് ഫഖാമ അലാ മഖാമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഖാമു ഇബ്രാഹിമിന്റെ മേലെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖറൊക്കെ അല്ലാഹ് ക്ഷണിച്ചിട്ട് വന്നവരാ, ക്ഷണം കിട്ടിയിട്ട് വന്നവരാ, വെറുതെ വന്നവരല്ല അല്ലേ, വിളിക്കാത്തവർക്ക് കയറി ചെന്നവരല്ല. അല്ലാഹ് വിളിച്ചിട്ട് ആ ക്ഷണം കിട്ടിയിട്ട് വന്നവരാണ് ആര്? ഹാജിമാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ ഏറ്റവും വലിയ ദിക്ർ എന്താണ്? അതാണ് തൽബിയത്ത്. തൽബിയത്തിലൂടെ പ്രഖ്യാപിക്കുന്നതാണ്. ഒരു ഹജ്ജിന്റെ ഏറ്റവും വലിയ അലങ്കാരമാണ് തൽബിയത്ത്. ഹജ്ജിന്റെ ആത്മാവാണ് തൽബിയത്ത്. ഇതൊക്കെ ഹദീസിന്റെ പല ഭാഗങ്ങളാണ്. ഞാൻ ഓരോന്നും ഇങ്ങനെ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവേ നീ വിളിച്ചിട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു. ഭയങ്കര സംഭവമാണത്. ആ വിളി കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പറയുന്നു ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. 3 കാര്യങ്ങളാ പറഞ്ഞത്: ഹംദ്, നിഅമത്ത്, മുൽക്ക്. എന്റേതായിട്ടൊന്നുമില്ല പഠിച്ചോനെ. അള്ളാഹുവിന്റെ മുമ്പിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്രങ്ങൾ പോലും, എനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ പോലും മാറ്റിവെച്ച് റബ്ബേ ഞാനിതാ നിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. എന്നിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അള്ളാഹുവേ നിനക്കാണ് എല്ലാ അധികാരങ്ങളും. എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ 10 സെന്റിന്റെ 20 സെന്റിന്റെ ഒരേക്കറുടെ ആധാരമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരല്ല, എൻ്റെതല്ല. എല്ലാത്തിൻ്റെയും അധികാരം ആർക്കാണ്? ഉടമസ്ഥൻ ആരാണ്? നീയാണ് റബ്ബേ. ഇന്നൽ ഹംദ, എല്ലാ സർവസ്തുതിയും പടച്ച റബ്ബേ നിനക്കാണ്. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നിഅമത്തുകളുണ്ടോ അതൊക്കെ നീ തന്നതാണ്. എനിക്ക് മക്കളെ തന്നു, എനിക്ക് ഇണകളെ തന്നു, എനിക്ക് എന്റെ ജീവിതത്തിൽ പലതും തന്നു. അതൊക്കെ ആര് തന്നതാ? അല്ലാഹുവേ നീ തന്നതാ. ഇതിനെ വിശദീകരിക്കുന്നിടത്തൊക്കെ മുൻഗാമികളായ പല സ്വഹാബത്തിന്റെയും താബികളുടെയും ഹജ്ജ് വിശദീകരിക്കുന്നുണ്ട് അവരുടെ ജീവിത ചരിത്രത്തിൽ. ആ സമയത്ത് അവരുടെ ഹജ്ജ് കണ്ട അവരുടെ കൂടെയുള്ളവർ രേഖപ്പെടുത്തിയ വാക്കുകളുണ്ട്. ഒരു ഹാജി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ തൽബിയത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുമായിരുന്നു എന്നാണ്. അവർ കരയുമായിരുന്നു എന്നാണ് തൽബിയത്ത് ചൊല്ലുമ്പോൾ. നമ്മളോ തായിഫിൽ നിന്നോ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അവിടെ എത്തുമ്പോൾ ആകെ 40 മിനിറ്റ് 45 മിനിറ്റ് മതി. ആദ്യത്തെ 5 മിനിറ്റ് ഒക്കെ ഭയങ്കര ആവേശമായിരിക്കും. അതങ്ങോട്ട് കഴിയുമ്പോൾ കാണാൻ അപ്പുറത്ത് കിടന്നുറങ്ങണ് അല്ലേ. മദീനയിൽ നിന്ന് അങ്ങോട്ടാണെങ്കിൽ 6 മണിക്കൂർ സമയം കിട്ടും. 6 മണിക്കൂർ. പക്ഷേ 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ആളുകൾ തളരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു വലിയൊരു ഗൗരവം, അതിൻ്റെ ഒരു മഹത്വമൊന്നും മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ്. ഇന്നൽ ഹംദ, പടച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. കോടിക്കണക്കിന് മനുഷ്യന്മാരുള്ളപ്പോ അവർക്കിടയിൽ നിന്നും പടച്ച റബ്ബേ ഈ വർഷം നിന്റെ വിളി കേൾക്കാൻ എനിക്കല്ലേ സാധിച്ചത്? എനിക്കതിനുള്ള തൗഫീഖ് നൽകിയില്ലേ? അൽഹംദുലില്ലാഹ്. അതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ്, ലാ ശരീക ലക്, തൗഹീദാണ്. ലാ ശരീക ലക്, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല നാഥാ. എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് സഹായിക്കാൻ, എനിക്ക് നേർച്ച വഴിപാടുകൾ നടത്താൻ എല്ലാം നീ മാത്രമാണ്. ഒരു പങ്കുകാരുമില്ല. തൗഹീദ് അങ്ങോട്ട് പ്രഖ്യാപിക്കാണ്. കാരണം ഹജ്ജിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. ഒരു മനുഷ്യന്റെ സ്വർഗവും നരകവും വേർതിരിക്കപ്പെടുന്ന എവിടെയാണ്? തൗഹീദിലും ശിർക്കിലുമാണ്. ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. സ്വർഗം ഹറാമാണ്. ശിർക്ക് ജീവിതത്തിൽ വന്നാൽ നരകം നിർബന്ധമാണ്. അതുകൊണ്ട് അല്ലാഹു ആ ഹാജിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ലോ. റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്ന് പറഞ്ഞല്ലോ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ കുട്ടിയുടെ മനസ്സെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ആക്കി എടുക്കണമെങ്കിൽ അവന്റെ മനസ്സ് തൗഹീദ് കൊണ്ട് നിറക്കണം. എത്ര പ്രാവശ്യം പറയണ് ലാ ശരീക ലക്, ലാ ശരീക ലക്. ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. തൽബിയത്തിന്റെ ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ജാഅനി ജിബ്രീൽ ഫഖാല യാ മുഹമ്മദ് മുർ അസ്ഹാബക ഫൽയർഫഉ അസ്വാതഹും ബിത്തൽബിയ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക, തൽബിയത്ത് ഉറക്കെ ചൊല്ലാൻ പറയണം. തൽബിയത്ത് കൊണ്ട് ശബ്ദം ഉയർത്താൻ വേണ്ടി പറയണം. അതുകൊണ്ടാണ് പറയണത്, ആണുങ്ങൾ പരമാവധി ശബ്ദത്തിൽ എന്ത് ചെയ്യണം? പുരുഷന്മാർ തൽബിയത്ത് ചൊല്ലണം.
സ്ത്രീകളും കുറച്ചൊക്കെ ശബ്ദം ഉയർത്തണം, വലിയ ശബ്ദത്തിൽ വേണമെന്നല്ല. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹാ മിൻ ശിആരിൽ ഹജ്ജ്, അത് ഹജ്ജിന്റെ ശിആറാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ ഹജ്ജി അഫ്ളൽ, ഏതാണ് ഏറ്റവും അഫ്ളലായ ഹജ്ജ്? റസൂലുള്ളാഹിന്റെ വാചകം അൽ ഹജ്ജു വസ്സജ്ജു. ഹജ്ജ്, ഹജ്ജ് അല്ല കേട്ടോ, ലെറ്റർ ഏതാ? ഐനാണ്. അൽ ഹജ്ജ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ധാരാളമായി തൽബിയത്ത് ചൊല്ലുന്ന ഹജ്ജ് അല്ലെ. ഉംറക്കാണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് കഅബാലയം കാണുന്നത് വരെയാണെന്ത്? തൽബിയത്ത് ചൊല്ല. ഹജ്ജിനാണെങ്കിലോ ഇഹ്റാമിൽ പ്രവേശിച്ച് കല്ലെറിയുന്നത് വരെ എന്ത് ചെയ്യണം? ദുൽഹിജ്ജ 10 കല്ലെറിയുന്നത് വരെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കണ്ടോ, ഏറ്റവും കൂടുതൽ തൽബിയത്ത് ചൊല്ലുന്ന അതാണ് അൽ ഹജ്ജ് വസ്സജ്ജ്. സജ്ജ് എന്ന് പറഞ്ഞാൽ ധാരാളം അറവ് നടത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആ ഹജ്ജിൽ 60ഓളം അറവ് നടത്തിയെന്ന് കാണാൻ കഴിയും നമുക്ക്. 60 അറവ് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പലപ്പോഴും പട്ടിണിയായിരുന്നു എന്ന് ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ പ്രവാചകനാണ് എന്ത് ചെയ്യുന്നത്? 60 അറവ് നടത്തി എന്ന് പറയുന്നത്. ബലികർമ്മവുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയുന്നുണ്ട്, അടുത്ത ആഴ്ചകളൊക്കെ നമുക്ക് വിശദീകരിക്കാം. എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവണേ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, മാ അഹല്ല മുഹില്ലുൻ ഖത്തുൻ ഇല്ലാ ബുശ്ശിറ വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തുൻ ഇല്ലാ ബുശ്ശിറ. തൽബിയത്ത് ചൊല്ലുന്നവൻ അതിന്റെ ശബ്ദമുയർത്തുമ്പോ, തക്ബീർ ചൊല്ലുന്നവൻ അതിന്റെ ശബ്ദമുയർത്തുമ്പോ അവന് സന്തോഷം ലഭിക്കാതിരിക്കുകയില്ല. അവനൊരു പ്രത്യേകമായ സന്തോഷം ലഭിക്കും, സന്തോഷ വർത്തമാനം ലഭിക്കും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ബിൽ ജന്ന, നബിയെ സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വർത്തമാനമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആം, പിന്നെ അല്ലാതെ, അതെ, സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും ഹജ്ജിൽ തൽബിയത്ത് ഉണ്ടായിരുന്നതാണ്. ഞാനത് വലിയ സുദീർഘമായ ഹദീസുകളാണ്, അതിന്റെ ആശയം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ആ സമയത്ത് ഒരു വാദിയിലിറങ്ങി. ആ സമയത്ത് റസൂൽ ചോദിച്ചു, അയ്യു വാദിൻ ഹാദാ, ഇതേത് വാദിയാണ്, ഇതേത് താഴ്വരയാണെന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, വാദിൽ അസ്റഖ്, ഇത് അസ്റഖ് വാദിയാണ്, ഇത് അസ്റഖാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഞാനിതാ മൂസാ നബിയെ കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ദാ മൂസാ നബിയെ കാണുന്നു. എന്നിട്ട് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാലിഅൻ ഇസ്ബഇഹി ഫീ ഉസ്നൈ, 2 ചെവിയിലും കൈവിരലുകൾ തിരികെ വെച്ചിട്ടുണ്ട്. ബാങ്കൊക്കെ കൊടുക്കുമ്പോണ്ടല്ലേ നമ്മള് കൈ ഇങ്ങനെ വെക്കണത്, ഇതുപോലെ വെച്ചിട്ട് ലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തൽബിയ, വളരെ ഉറക്കത്തിൽ എന്ത് ചെയ്യുന്നു, ഭയങ്കര ശബ്ദത്തിൽ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ചുകൂടെ പോയപ്പോ പറഞ്ഞു, ഞാനിതാ കാണുന്നു യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാറം ബിഹാദൽ വാദി മുലബ്ബിയൻ, അദ്ദേഹവും തൽബിയത്ത് ഇങ്ങനെ ചൊല്ലുന്നു. മനുഷ്യന്മാർ മാത്രമല്ല തൽബിയത്ത് ചൊല്ലുക. മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബാ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജറിൻ ഔ ശജറിൻ ഔ മദരിൻ ഹത്താ തൻഖതിഅൽ അർളു മിൻ ഹാഹുനാ വഹാഹുനാ. നിങ്ങൾ തൽബിയത്ത് ചൊല്ലുമ്പോ നിങ്ങളുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള എല്ലാ മരങ്ങളും എല്ലാ കല്ലുകളും എല്ലാ മണൽത്തരികൾ വരെ അവരും തൽബിയത്തേറ്റ് ചൊല്ലുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുങ്ങള്, നമ്മളിങ്ങനെ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കല്ലുകള്, ചരൽക്കല്ലുകള്, മണൽത്തരികള്, വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, തൽബിയത്ത് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യ, നീ എത്രമാത്രം പടച്ച റബ്ബിനോട് സ്തുതി പറയണം, നീ എത്ര ഭാഗ്യവാനാണ്. കാരണം എന്താണെന്നറിയോ, നീ ഈ തൽബിയത്ത് ചൊല്ലുന്നത് കൊണ്ടാണല്ലോ ഇക്കാണുന്ന എല്ലാം ഏറ്റു ചൊല്ലുന്നത്. അഥവാ ഈ മരങ്ങളും ഈ മണൽത്തരികളും ഈ ചരൽക്കല്ലുകളും തൽബിയത്ത് ചൊല്ലാൻ കാരണക്കാരനാരാ? നീയല്ലേ. നീ എത്ര ഭാഗ്യവാനാണ് എന്ന് പറയുന്നുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ചൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് വരുമ്പോ അവൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും വരിക. ഒരിക്കൽ അറഫ മൈതാനിയിൽ ദുൽഹിജ്ജ 9 എല്ലാ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്തുനിന്ന് വീണ് മരിച്ചു. സഹാബി മരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്,
അദ്ദേഹത്തെ പിന്നെ വെള്ളം കൊണ്ടും താലി കൊണ്ടും കുളിപ്പിക്കുക, കഴുകുക. വകഫിനൂഹു ഫീ സൗബൈ, ആ വസ്ത്രത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഇഹ്റാമിന്റെ അതേ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്യുക. വലാ തുഖമ്മിറു റഅസഹു വലാ തുഹന്നിതു, അദ്ദേഹത്തിന്റെ മുഖം മറക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു മുഹരിം എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ മരിച്ച എന്ത് ചെയ്യാൻ പാടില്ല? മുഖം മറക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ, കാരണം ഖിയാമത്ത് നാളിൽ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും വരിക, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും. ഇങ്ങനെ തൽബിയത്തിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വമൊക്കെ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിലൂടെ അള്ളാഹു ഓരോ രംഗവും അള്ളാഹു തൗഫീക്ക് നൽകിയാൽ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. കേവലം മിനയിൽ പോയി നിൽക്കലോ അതുമാത്രമൊന്നുമല്ല, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് പടച്ചറബ് ഉദ്ദേശിച്ചത്? ഇതിലൂടെയൊക്കെ പടച്ചറബ് ഒരുക്കുകയാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാനുള്ള കൊതിയുടെ ഭാഗമാണ്. മുൻഗാമികൾ അങ്ങനെ വിശദീകരിച്ചത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാനുള്ള കൊതിയുടെ ഭാഗമാണ്. ഖബറിൽ നിന്ന് ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന രംഗം എല്ലാവരും കൂട്ടത്തോടെ വരുമല്ലോ, അതുപോലെ കൂട്ടത്തോടെ റബ്ബിങ്കലേക്ക് ഇങ്ങനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഞങ്ങളിതാ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടെത്തുന്ന രംഗം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇഹ്റാം ധരിക്കുന്ന രംഗത്തെ മനോഹരമായി ഒരു രംഗം പറയുന്നുണ്ട്. ഇഹ്റാമിന്റെ വസ്ത്രവും കഫം പുടവയും, ഇഹ്റാമിന്റെ വസ്ത്രത്തിന് കഫം പുടവയുടെ ഗന്ധമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലൂടെ ഒരു മനുഷ്യനെ മരണത്തിലേക്ക്, ഖബറിലേക്ക് അല്ലാഹു ഒരുക്കുകയാണ്. ഇഹ്റാമിന് വേണ്ടി നാം സ്വയം കുളിച്ചു, നാം സ്വയം സുഗന്ധം പൂശി, നാം തന്നെ വാഹനത്തിലേക്ക് പ്രവേശിച്ചു, നാം തന്നെ പോയി പിന്നെ പള്ളിയിൽ പോയി നമസ്കരിച്ചു. എന്നാൽ ഇതുപോലെ നിന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുന്ന, നിന്നെ മറ്റുള്ളവർ കഫൻ ചെയ്യുന്ന, നിന്നെ മറ്റുള്ളവർ വസ്ത്രം ധരിപ്പിക്കുന്ന, നിന്നെ മറ്റുള്ളവർ വാഹനത്തിലേക്ക് എടുത്തു വെക്കുന്ന, നിനക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്ന ഒരു രംഗം വരാനുണ്ട് എന്ന ചിന്ത ഇഹ്റാമിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുമ്പോഴും ഈ ഇഹ്റാമിന്റെ വസ്ത്രവും തൽബിയത്തുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഹജ്ജിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതിനോട് പ്രത്യേകമായ ഒരു ആഗ്രഹം തോന്നാൻ, ഒരു കൊതി തോന്നണം. നമ്മുടെ മനസ്സിലൊരു കൊതി ഉണ്ടാവണം. നമ്മൾ പറയാറില്ലേ, എനിക്ക് വല്ലാത്ത കൊതി എന്ന് പറയാറില്ലേ, ഏറ്റവും വലിയ കൊതി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിലൊരിക്കലെങ്കിലും ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും, അതിനുള്ള സമ്പത്തും അതിനുള്ള ശാരീരികമായ അവസ്ഥകളും മനസ്സും അള്ളാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സിൽ ഹജ്ജ് നിർവഹിച്ചവരുടെ ആ മഖബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കൊക്കെയും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കുടുംബപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇതുവരെ വീടായിട്ടില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെയും എന്താണോ അവരുടെ ആഗ്രഹം ആ രൂപത്തിൽ, ഹലാലായ രൂപത്തിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാൻ, എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ നീ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മവദ്ദത്തും റഹ്മത്തും നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ബറക്കത്തും റഹ്മത്തും നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ പിശാചിന്റെ ഷറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.